ഇപ്പം ഒരു വല്ലാത്ത രീതിയിലൊരു വോയിസ് റെക്കോർഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽസുകാരെ ഇടുന്നത് എത്രയോ ഞങ്ങളുടെ വോയിസ് റെക്കോർഡ് എല്ലാം നിങ്ങൾ ചാനലുകാരെ ഇടുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ലീക്കായ ഈ വോയിസ് റെക്കോർഡ് 17 വയസ്സുകാരിയായ ഒരാപത്തിൽ അവൻ പേർ കാപ്പാത്തുവേ അന്തേരി പോലെ പേരച്ചൊന്ന അടിനഞ്ചില ബാങ് 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 അതിലുബായി വന്ന് കണ്ണാല പാത്താല ബാങ് 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 അതിലുബായി വന്ന് മുന്നാല നിന്നാല ബാങ് ബാങ് ബാങ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്നെ പുകഴ്ത്തി ഞാൻ തന്നെ ഒരു പാട്ട് പാടി തുടങ്ങാമെന്ന് വിചാരിച്ചു. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. അതായത് വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സജിനേരെ അടുത്ത് പലവട്ടം പറഞ്ഞു, വാടച്ച് മിണ്ടാതിരിടി നാറി നീ ഇങ്ങനെ നാറാൻ തുടങ്ങി എവിടെ പോയി ഇടിച്ചിക്കോടി എന്നൊക്കെ നല്ല രീതിയിൽ ഒരു പാവം പയ്യനായിട്ടുള്ള ഞാൻ ഉപദേശം തന്നിട്ട് നിനക്ക് കേൾക്കാൻ വയ്യ, നിനക്ക് നാറിയേ പറ്റത്തുള്ളൂ. പിന്നെ റീച്ചാണോ ഉദ്ദേശിക്കുന്നത്, അതോ പൂക്കുട്ടി നിന്നെ ഇനി കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോകാനാണോ നീ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് അറിയില്ല. പക്ഷേ നല്ലോണം പരിശ്രമിക്കുന്നുണ്ട് ഈ പറയുന്ന സജിനയുടെ കുറെ കൂട്ടാളികളായിട്ടുള്ള കുറെ യൂട്യൂബേഴ്സ്. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല പോലെ വെളുപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം കൂടി ദിയാസനയുടെ തലയിലോട്ട് അങ്ങ് ഇടുകയാണ് പ്രശ്നങ്ങൾ. ഞാൻ ബേസിക്കലി ദിയാസന അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, ഒരുപാട് വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഈ കേസിൽ ദിയാസനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, സീരിയസ്ലി. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. നമ്മുടെ സജന നൂറ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ഇപ്പം പറഞ്ഞു എല്ലാം കൂടി ദിയാസനയുടെ കുറ്റക്കാർ. എടേ, നിന്റെയും പൂക്കുണ്ടിയുടെയും അവിഹിതത്തിൽ നിന്ന് തുടങ്ങിയ കാര്യങ്ങള് ഇപ്പൊ എവിടെ പോയി ഇടിച്ചിരിക്കണേ? അമ്മച്ചിയുടെ മാവും കലം എന്നുള്ള അവസ്ഥയിലായിട്ടുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ അവിഹിതത്തിൽ നിന്ന് തുടങ്ങിയ കഥയാ. അതാണ് ഇവിടെ ചർച്ച ചെയ്തത്. പ്രത്യേകിച്ച് ഫിറോസ് എന്ന് പറയുന്ന നിന്റെ ഭർത്താവിനെ നീ ചതിച്ചുകൊണ്ട് പല കാമുകന്മാരോട് കൂടെയും അവിഹിതങ്ങൾ വെച്ചതും അതിനെ പറ്റിയിട്ട് ഫിറോസ് എക്സ്പോസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നീ എന്നാ അതിനെ നേരെ ട്രാക്ക് തിരിച്ചു വെച്ച് റോഷിനിയുടെ നെഞ്ചത്ത് വെച്ച്, അവളാണെങ്കിൽ ഒരു പാവം പിടിച്ച് അവളെ നെഞ്ചത്തെല്ലാം കൂടി വെച്ച്, ഒന്നുമില്ല എൻ്റെ ക്രഷാണ് റോഷിനി. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി റോഷിനിയുടെ നെഞ്ചത്ത് വെച്ച് അങ്ങനെ നീ സകലമായ കാര്യം കൊണ്ട് ഓരോരുത്തരുടെ നെഞ്ചത്ത് വെച്ച് കൊടുത്തുകൊണ്ട് നീ സേഫ് ആവാൻ നോക്കിയാണല്ലേ. ഈ അതുൽ ബായി ഇറക്കുമ്പോതാ ബാങ് ബാങ് ബാങ്. അതാണ് ആദ്യം ഞാൻ പാട്ട് പാടി തന്നെ. അപ്പൊ നമുക്ക് ആരംഭിക്കാം കേട്ടോ. സജിനെ, നീ ഒരു കില്ലാടി തന്നെടി. ഇങ്ങനെ പോയി ഞാൻ സജിന നൂറിന്റെ ഫാനുമായി മാറുമെന്ന് തോന്നുന്നു. നിങ്ങൾ എല്ലാവരുടെ ഫാനും കൂടി ഞാൻ ആയിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ എവിടെ പോയി ഫാന് വാങ്ങും? എന്തായാലും നീ പറയാൻ വന്ന സ്ഥിതിക്ക് പറഞ്ഞിട്ട് പോയാൽ മതി. ഒരു വല്ലാത്ത രീതിയിൽ ഒരു വോയിസ് റെക്കോർഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽസുകാരെ ഇടുന്നത് എത്രയോ ഞങ്ങളുടെ വോയിസ് റെക്കോർഡ് എല്ലാം നിങ്ങൾ ചാനലുകാരെ ഇടുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ലീക്കായ ഈ വോയിസ് റെക്കോർഡ് 17 വയസ്സുകാരിയായ കുട്ടിയുടെ വോയിസ് റെക്കോർഡും എന്റെ വോയിസ് റെക്കോർഡും ഇപ്പം എന്റെ പൊന്നു കർത്താവേ, ഇങ്ങനെ ഒരുത്തി ആയിപ്പോയില്ലോ. നീ തള്ളിയങ്ങ് മറിക്കുക. വോയിസ് റെക്കോർഡ് ഞാനല്ല പുറത്തു വിടാൻ കൊടുത്തത്, ഞാൻ അറിഞ്ഞിട്ടല്ല വോയിസ് റെക്കോർഡ് പോയത് എന്നൊക്കെ ഉള്ള രീതിയിലായല്ലേ ഇപ്പോൾ. കാരണം ആ വോയിസ് റെക്കോർഡിൽ നീ പേരടക്കം പറഞ്ഞ് സംസാരിക്കുന്ന ആ വോയിസ് റെക്കോർഡിലും അത് പോരാഞ്ഞിട്ട് അണ്ടർ ഏജുള്ള ഒരു കുട്ടിയുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ലാത്ത അത്രയും വൃത്തികെട്ട രീതിയിൽ നീ സംസാരിക്കുന്ന ഒരു വോയിസാണ്. ആണോ എന്ന് എനിക്കറിയത്തില്ല. അതിന് സംശയം കൂടി ഉള്ളതുകൊണ്ടാണ് ഞാനൊക്കെ വീഡിയോയിൽ വെച്ചിട്ടുള്ളത്. പക്ഷേ അതൊരു ഒറിജിനൽ ക്രിയേറ്റഡ് അല്ലെങ്കിൽ ഒറിജിനൽ നിങ്ങൾ ഉണ്ടാക്കിച്ചയോ അല്ലെങ്കിൽ ഒറിജിനൽ വോയിസ് ആണെങ്കിൽ ഒരു അണ്ടർ ഏജിലുള്ള കുട്ടിയുടെ അടുത്ത് ചോദിക്കാൻ പാടില്ലാത്ത അത്രയും വൃത്തികെട്ട കാര്യങ്ങൾ, കോണ്ടത്തിന്റെ കേസ് വരെ ചോദിച്ച നീ നിനക്കില്ലാത്ത എന്ത് മാങ്ങാത്തൊലിയാണ് ഇപ്പൊ വന്ന് പറയുന്നു, അയ്യോ ഞാനല്ല വോയിസ് പ്രചരിപ്പിച്ചത്, എനിക്കിതിനെ പറ്റിയൊന്നും അറിയത്തില്ല. നാണം ഉണ്ടാ നിനക്ക്? ഉണ്ടോ ചോദിക്കുന്നില്ല, ഇല്ല എന്നറിയാം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇവളും പൂക്കുറ്റിയായിട്ടുള്ള ഫോട്ടോ ഇട്ടിട്ട് 9 ആഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നാട്ടുകാരെടുത്തിട്ട് പൂരത്തെറി വിളിച്ചപ്പം അയ്യോ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു, തള്ളു, അയ്യോ അമ്മാതിരി തള്ളു. ഇപ്പൊ ഈ വോയിസ് വിട്ടതിനെ തുടർന്നിട്ട് കേസാവുമെന്നും സജിനയ്ക്ക് പണി കിട്ടുമെന്നും പോക്സോ വകുപ്പിൽ അകത്താകുമെന്നും. അപ്പൊ ഞാൻ ഈ ബോസ്കോ എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധനം ഒറിജിനൽ പറയാൻ പാടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇനി വായിക്കാൻ അറിഞ്ഞിടത്തുണ്ട്, അതിനെപ്പറ്റി അറിഞ്ഞിടത്തുണ്ടാണെന്ന് പറയില്ല. ഞാൻ ബേസിക്കലി ഒരു നോളജ് ഉള്ള പേഴ്സണാണ്. അത് വിടാം, അതല്ലേ ഇവിടുത്തെ വിഷയം. അപ്പോൾ ഇനി വള്ളി നമ്മുടെ സജിനയ്ക്ക് വരുമെന്നുള്ളത് കൊണ്ടാണ് ഇവൾ ഇപ്പൊ ഉരുണ്ട് കളിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എന്റെ പൊന്നു കള്ളി, ഇങ്ങനെ തള്ളില്ലേ നീ? ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ഏറ്റവും വലിയ തള്ളു വരുന്നത്. എന്നെക്കാളും തള്ള കൊള്ളാം പറ. ചാനലിൽ കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ കുട്ടിയുടെ പേര് വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു എവിടെങ്കിലും ഒരു കുട്ടി, ഞാൻ പേര് കട്ട് ചെയ്ത് മാറ്റി കേട്ടാ. നീ ആ കൊച്ചിന്റെ അടുത്ത്, അത് റിയൽ വോയിസ് ആണെങ്കിൽ ആ കൊച്ചിന്റെ അടുത്ത് നീ ചോദിക്കുന്ന വൃത്തികേട് അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിയുടെ അടുത്ത് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത തന്തയ്ക്ക് പിറക്കാത്ത അമ്മാതിരി വർത്തമാനം നീ ആ കൊച്ചിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ബേസിക്കലി. ഓക്കെ,
അതിനപ്പുറം നീ അവിടെ ഒന്നുമില്ല. നീ എന്ന് പറയുന്ന വ്യക്തി അവിടെ എക്സ്പോസ് ആണ്. എത്രത്തോളം മ്ലാച്ഛമാണെന്നും ഒരു കുട്ടിയുടെ അടുത്ത് പോലും എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാത്ത നീ, നിന്റെ മക്കൾ പോലും നിന്റെ അടുത്ത് സേഫ് ആണോ എന്ന് വരെ ഇപ്പൊ എനിക്ക് ഡൗട്ടാണ്. ഓക്കെ, ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പറ. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാൽ നമ്മൾ അതിജീവിത എന്നാ പറയുന്നത്, പേര് പോലും നമ്മൾ ആരുടെയും പറയില്ല. പിന്നെ ഇത് കേസ് നടക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ കാര്യം പോലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് തെളിവിന് വേണമെങ്കിൽ അന്ന് എടുത്തിടാം, എവിടെ വേണമെങ്കിലും എനിക്ക് നീരെ എടുത്തിടാം. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കേസിന് വേണ്ടി തെളിവിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നീ തള്ളുന്നുണ്ടല്ലോ. നീയും ആ കുട്ടിയും തമ്മിൽ സംസാരിച്ച ആ സാധനം എന്തിന് നീ റെക്കോർഡ് ചെയ്തു? അത് നമ്പർ 1 ക്വസ്റ്റ്യൻ. അടുത്ത്, ഇത് റെക്കോർഡ് ചെയ്തതും പോരാഞ്ഞ് നീ എന്തിനാണ് മറ്റുള്ള ആൾക്കാർക്ക് അത് അയച്ചു കൊടുത്തത്? ഈ അയച്ചു കൊടുത്ത ആൾക്കാരെടുത്ത് ആ കുട്ടിയുടെ ഐഡന്റിറ്റി നീ വെളിപ്പെടുത്തിയിട്ടില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ എൻ്റെ പൊന്നു മോളെ സജിന, നീ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ നിന്നെ വെള്ളം കുടിപ്പിക്കും. കേട്ടാ? പലർക്കും അയച്ചു കൊടുത്ത ആ കൊച്ചിന്റെ ഐഡന്റിറ്റി, ആ കൊച്ചിന്റെ പേരടക്കം പറയുന്ന ഐഡന്റിറ്റി വരെ എക്സ്പോസ് ചെയ്തുകൊണ്ട് നീ കാണിക്കുന്ന നാറുകളികൾ, ഞാനൊക്കെ അത് പേരൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, എന്തായാലും സജിന, നീ ഇങ്ങനെയാണെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ കുടിക്കും, കാടി വെള്ളം കുടിക്കേണ്ടി വരും. പക്ഷെ എനിക്കിത് കേസ് നടക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ലീഗൽ വശത്തിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് പ്ലേ ചെയ്യാത്തതും അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾപ്പിക്കാഞ്ഞതും. ഇത് എന്റെ വിശ്വാസത്തോടെ ഞാൻ 2 ചാനലില് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നിന്റെ വിശ്വാസത്തോടെ, നിന്റെ എന്ത് വിശ്വാസത്തോടെ? നീ നമ്മുടെ നിയമപാലകർക്കോ കോടതിക്കോ ഒന്നും അല്ല ഇത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള. നിന്റെ വിശ്വാസത്തോടെ നിനക്കറിയാന്നുള്ള 2-3 പേർക്ക് കൊടുത്തു, അവർ വേറെ കൊടുത്തു. അപ്പോൾ അങ്ങനെ ഉള്ളത് അതൊരു റിയൽ വോയിസ് ആണെങ്കിൽ ആ കൊച്ചിൻ്റെ പേരടക്കമുള്ള ആ ഒരു വോയിസ് നീ എന്തിനു കൊടുത്തു? ആ കൊച്ചിനെ കരിവാരി തേക്കാനല്ലേ? ആ കൊച്ചിനെ പൊതുസമൂഹത്തിലോട്ട് ഇട്ട് കൊടുക്കുകയല്ലേ നീ ചെയ്തിട്ടുള്ളൂ. അതിപ്പോൾ ഷെയറായി ഇപ്പോൾ എവിടെ എത്തി? നീ ഇതിൽ പെടും സജിന, നീ ഇതിൽ പെട്ടിരിക്കും. ഞാനൊക്കെ പേരൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടാ. പിന്നെ അത് AI ആണോ ഒറിജിനൽ ആണോ നമുക്കറിയത്തില്ല. നിങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഫിറോസിനെതിരെ കൊണ്ടുവന്നതാണോ എന്ന് പോലും അറിയത്തില്ല. ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ വല്ല പിടിച്ചിരുത്തിയൊന്നും അറിയത്തില്ല. സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇതാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ അവരും അത് തന്നെ അവരുടെ ലീഗൽ വശം അവർക്ക് അറിയാവുന്നതുകൊണ്ട് ആ ചാനലുകാർ ഇട്ടിട്ടില്ല. അവരും അത് പറയുന്നുണ്ട്. പിന്നെ ഈ സാധനവും മിസ്സായത് തികച്ചും ദിയാസനയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് പല യൂട്യൂബ് ചാനലിലും കയ്യിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ദിയാസനയുടെ കയ്യിൽ നിന്നും ഇത് മിസ്സായി പല യൂട്യൂബ് ചാനലിൽ എത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദിയാസനയുടെ കയ്യിലൊന്നല്ല. ദിയാസനയുടെ കയ്യിലൊന്നും എങ്ങനെ പോയി? നിന്റെ കയ്യിൽ നിന്ന് നീയും ആ കുട്ടിയും തമ്മിൽ സംസാരിച്ച് റെക്കോർഡ് ചെയ്ത് നീ പുറത്ത് വിട്ടിട്ട് നീ ഇപ്പൊ ദിയാസനയുടെ നെഞ്ചത്തോണ്ട് വയ്ക്കുന്നത്. നിനക്ക് നാണമുണ്ടാ? അന്ന് ഇതുപോലെ തന്നെ നിന്റെ അക്കൗണ്ടിൽ നീ തന്നെ ഈ റസൂൽ പൂക്കുറ്റി ഹണി ട്രാപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റുകളും കാര്യങ്ങളും ഇട്ടിട്ട് നാട്ടുകാരെടുത്തിട്ട് പച്ച തെറി വിളിച്ച് പൊങ്കാലിട്ടപ്പോൾ നീ പറഞ്ഞ് അയ്യോ ഹാക്ക് ചെയ്യപ്പെട്ടെന്ന്. ഇപ്പൊ നേരെ എല്ലാം കൂടി ദിയാസനയുടെ തലയിൽ വയ്ക്കുന്നു. നിനക്ക് നാണുണ്ടോ സജിന? നീ എത്രത്തോളം വേസ്റ്റ് ആണെന്ന് ഇവിടെ എക്സ്പോസ് ആണ്. നീയും താത്തയും കൂടെയൊക്കെ ചേർന്നുള്ള നല്ല ഒന്നാം തരം പണി നാട്ടുകാർക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. നീ കാശ് കൊടുത്തിട്ടാണോ എന്താണോ നിന്റെ മൂടും താങ്ങി ഇന്ന് പലരും നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു. നീ കൊടുക്കുന്ന വോയിസുകൾ കൊണ്ടിടുന്നു. അവസാനം പണി വരുമെന്ന് മനസ്സിലാക്കിയ നീ നൈസായിട്ട് അതിൽ നിന്ന് ചർവാൻ നോക്കുന്നു. കണ്ടോണ്ടിരിക്കണം നമ്മൾ പോങ്ങന്മാരല്ല. നീ കൊണ്ട് ആ താത്തയ്ക്ക് കൊടുക്കാതെ അവരെ കയ്യിലെ ആ വോയിസ് എത്തത്തില്ല. ഓക്കെ, പൊട്ടന്മാരല്ല നമ്മളൊന്നും, പൊട്ടന്മാരല്ല. നീയൊക്കെ ചേർന്നുള്ള ഗെയിമുകളും അതിന്റെ തെളിവ് സഹിതം കറക്റ്റ് കൈ കിട്ടുമ്പോൾ എടുത്താൽ കഴിച്ചു തരാം. അതുവരെ നമ്മൾ തെളിവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടും. നിനക്ക് മാത്രമല്ല ഹാക്ക് ചെയ്യാറിയെന്നുള്ള വേറെ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഹാക്ക് ചെയ്യാം. തള്ളി അങ്ങ് മറിക്കുകയാണ് ദിയാസന പോലും. നാണമുണ്ടോ എനക്ക്? നാണമുണ്ടായി അവളെ നെഞ്ചത്തുണ്ട് നോക്കിയേ. ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ പല തെളിവ് സഹിതം പല കാര്യങ്ങളും ദിയാസനയുടെ കയ്യിലുണ്ട്. ഞങ്ങൾ തന്നെ അവിടെ നിന്ന് ഞങ്ങൾ അവിടെയും ഇവിടെയും നിന്ന് കളിച്ച് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന സിറ്റുവേഷനിൽ പോലും നമ്മൾ അവിടെയും ഇവിടെയും നിന്ന് കളിച്ച്, നീ തന്നെ പറയുന്നു നീ അവിടെയും ഇവിടെയും നിന്ന് കളിച്ചെന്ന്. അത് നമുക്കറിയാം. പിന്നെ നിന്റെ വാവണ്ട് കേൾക്കുമ്പോ ഒരു സുഖം. പറ. പ്ലാൻഡ് ആയിട്ടാണ്, ഫുൾ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇതെല്ലാം പറയിപ്പിച്ച് വെളിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം എന്നെ ട്രിഗർ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയും, ഞാൻ ഓരോന്ന് പറയും. അപ്പൊ അത് കേൾപ്പിച്ച് അദ്ദേഹത്തെ എടി നിനക്ക് നാണമുണ്ടോ? എന്ത് വെൽ പ്ലാൻഡ്? നീ അങ്ങേരെ കയ്യിൽ നിന്ന് 3 കോടി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അങ്ങേരെ അടക്കം പറയുന്ന വോയിസും, അതുപോലെ നിനക്ക് 10-40 ലക്ഷവും ഡയമണ്ടും കാറും കാശ് തന്നതും ഒക്കെ അങ്ങേരെ വിളിച്ചു പറയുന്ന വോയിസ്. എന്തോന്ന് തമ്മിലടുപ്പില് നടന്ന സംഭവമല്ലേ? നീ അങ്ങേരെ ഊറ്റിയില്ലേ മാക്സിമം? ഓക്കെ, മാക്സിമം എത്രത്തോളം ഊറ്റാൻ പറ്റും ലക്ഷങ്ങളും കോടികളും നീ ഊറ്റി ഉണ്ടാക്കിയില്ലേ? ഇത് ഉള്ള കാര്യമല്ലേ? ഇതെങ്ങനെ വെൽ പ്ലാൻഡ് മറ്റേ ചർച്ചയാവും? ഉള്ള കാര്യമാണ് പറയുന്നത്. അയ്യേ,
കേൾപ്പിക്കും. അപ്പൊ അയാൾക്ക് ട്രിഗർ ചെയ്തിട്ട് അയാൾ അത് അടുത്ത പുള്ളി വന്ന് അടുത്ത വോയിസ് റെക്കോർഡ് ഇറക്കും. എങ്ങനെ അങ്ങനത്തെ വോയിസ് റെക്കോർഡുകളൊക്കെ ഇറങ്ങുന്നതിന്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കുക, തികച്ചും ദിയാസനയുടെ കാര്യങ്ങൾ മറപ്പിക്കാൻ ദിയാസനയുടെ കാര്യങ്ങൾ മറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൊണ്ട് ഇറക്കുന്നത്. അപ്പൊ റസൂൽ പൊക്കുറ്റിയും നിന്റെ അവിഹിതവും നിന്റെ മറ്റേ ഡയറക്ടർ പ്രൊഡ്യൂസർ കമ്പനി എല്ലാ അവിഹിതവും ഒക്കെ മറപ്പിക്കാൻ വേണ്ടി നീ എന്നാ ഇപ്പൊ ചെയ്യുന്നത്? എല്ലാം ദിയാസനയുടെ നെഞ്ചത്ത് വയ്ക്കുന്നു. ദിയാസനയാണ് കുറ്റക്കാരുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, കൺഫേം കാര്യം പറയാം. ഈ കേസിൽ ദിയാസന നിരപരാധിയാണ്. ഓക്കെ, ഇവളുമാരാ ഈ ഫ്രോഡുകളുടെ ഇടയിൽപ്പെട്ട് അവള് വിട്ടുപോയതാ ഈ ഒരൊറ്റ കേസിൽ. ബാക്കി കേസുകളൊന്നും എനിക്കറിയത്തില്ല. ഈ സജന നൂർ കേസിൽ ദിയാസന പക്കാ ജനുവന. ഓക്കെ, പക്കാ ജനുവന. ഈ സജന എന്ന് പറയുന്നവൾ എത്രത്തോളം ക്രൂക്കട്ട് മൈൻഡ് ആണെന്ന്, എത്രത്തോളം സ്വഭാവം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പരിപ്പ് വന്ന്, സാമ്പാർ വന്ന്, അട വന്ന്, പാലട വന്ന്, ബോളി വന്ന്, മറ്റേ ഉണ്ടപ്പൊരി വന്ന്, അങ്ങനത്തെ സെറ്റപ്പിലാണ് ആൾക്കാർ വന്ന് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ അവസാനം ഓസ്കാറിൽ ഇടിച്ചിരിക്കുന്നു. ഇതാണ് അവസ്ഥ. എന്തായാലും കൊള്ളാം സജന, നിന്റെ ഈ വരവല് ഇത് കേൾക്കാൻ നല്ല രസമുണ്ട്. ഇപ്പൊ കുറെ ഡേറ്റിന്റെ കുറെ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു, നീ എന്റെ വീട്ടിൽ വന്നിട്ടില്ല, ശരി സമ്മതിച്ചു, തീർന്നില്ലേ? പക്ഷെ നീ ടെസ്റ്റ് ചെയ്യൂ. വീണ്ടും ഞാൻ പറയുന്നു, നീ ടെസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീയും ടെസ്റ്റ് ചെയ്യണമല്ലോ സജന. നീ ടെസ്റ്റ് ചെയ്തിട്ട് നീ കാണിക്ക്. നീ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? നീ ടെസ്റ്റ് ചെയ്തിട്ട് കാണിക്ക്. നീയും ടെസ്റ്റ് ചെയ്യണം. നീ അടക്കം ടെസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ട് നീ ടെസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് നീ ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല? കാണിക്കത്തില്ല. നീ എന്ന് പറയുന്ന ഒരുത്തിയാണ് ഇവിടെ ഫിറോസ് എക്സ്പോസ് ചെയ്തിട്ടുള്ളത്. അത് മറച്ചു വയ്ക്കാൻ വേണ്ടി നീയും താത്തമാരും ചേർന്ന്, പല യൂട്യൂബേഴ്സും ചേർന്ന് നിന്നെയൊക്കെ താങ്ങി നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്ത് എടുത്തിട്ട് വെളുപ്പിക്കുന്നുണ്ട്. സമ്മതിക്കത്തില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് എനിക്കുണ്ടെങ്കിൽ ഞാൻ ഈ നിമിഷം വന്ന് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് ഒരു വിശ്വാസമുണ്ട്. പക്ഷെ എന്താ ദിയക്ക് ഒരു വിശ്വാസം ഇല്ലേ? നിനക്ക് നിന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ നീ ചെയ്യുന്നില്ലെന്നല്ലേ പറയുന്നുണ്ട്. എങ്കിൽ ദിയയിലും വിശ്വാസമുണ്ട്, അവളും ചെയ്യുന്നില്ല. ഇത് നിനക്ക് നാണുണ്ടാ? നീ ചെയ്ത റിപ്പോർട്ട് ആദ്യം കാണിക്കും. നീ റിപ്പോർട്ട് എടുത്തിട്ട് വാ. നീ നിരപരാധിയാണ്, നീ ഡ്രഗ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെന്ന്. ഇനി നിന്റെ ഡ്രഗ് അല്ല ഇവിടെ വന്നത്. ഈ ഡ്രഗ് വിഷയത്തിലോട്ട് പിടിച്ചോണ്ടിട്ടതാരാ? നീ. സംഭവം നിന്റെ അവിഹിതവും നിന്റെ അപരാധ കഥകളും നീ ഹണി ട്രാപ്പ് നടത്തിയതാണ് ഇവിടെ ചർച്ചയായത്. പക്ഷെ അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെ വിഷയം മാറ്റി വിട്ടിട്ട് ദിയയിലോട്ട് എത്തിച്ച നീയും നിന്റെ കുറെ ബോധമില്ലാത്ത കുറെ, നിന്നെ പറഞ്ഞു പറ്റിച്ച കുറെ, പൈസ വാങ്ങിയ കുറെ യൂട്യൂബേഴ്സ് കേട്ടാ. അത് അവിടെ പോയി ഞണ്ണിയാ മതി. ഇവിടെ ഉണ്ടാക്കണ്ട. നമ്മൾ പൊട്ടന്മാരല്ല. അത് മറയ്ക്കാൻ വേണ്ടി ദിയാസനെ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരവും തെണ്ടിത്തരവും തന്നെ പറയാം. കാരണം അയ്യോ, നീ കാണിക്കുന്ന പിന്നെ മറ്റേ പൊന്നും കുരിശെടുത്ത് കൈ തരാൻ പറ്റിയ യോഗ്യതയുള്ള പരിപാടിയില്ല നീ കാണിച്ചോണ്ടിരിക്കുന്നത്. വേണമല്ലേ എനിക്ക്? അയ്യോ, എന്നെ പണയണം നമുക്ക്. കാണിച്ചാൽ ഈ വോയിസ് റെക്കോർഡ് ലീക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പല ചാനൽസുകാരുടെ കയ്യിലും ആ വീഡിയോ വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെല്ലാം ബഹുമാനിച്ച് തന്നെ പറയുന്നത്. യൂട്യൂബ് ചാനൽസ് നിങ്ങൾക്കുള്ള വരുമാനം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. പക്ഷെ നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ അത് പ്ലേ ചെയ്യരുത്. അങ്ങനെ പ്ലേ ചെയ്തിട്ടുള്ളവരെല്ലാം ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് കേസ് വഴി പോകുന്നതാ, ഇത് ആര് വഴി വന്നു, എങ്ങനെയാണെന്നുള്ള എല്ലാം വെളിയിൽ വരും. നിങ്ങളും കൂടെ നിങ്ങളെ ചാനലും കൂടെ പൂട്ടുന്ന രീതിയിലായിരിക്കും. അപ്പം എന്റെ ചാനലിൽ ഒരു കുഴപ്പമില്ല, ഞാൻ അതിൽ വേറെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ വോയിസിൽ വലിയ വിശ്വാസമില്ല. നീ ക്രിയേറ്റ് ചെയ്യിപ്പിച്ചതാണോന്ന് ഇതറിയണം. ഇത് പുറലോകം അറിഞ്ഞ്, ഇത് കേസ് വന്ന്, ഇത് അന്വേഷണം വന്ന്, ഇത് നീ ക്രിയേറ്റ് ചെയ്യിപ്പിച്ച വോയിസ് ആണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഡബിങ് ആർട്ടിസ്റ്റിനെ ഇരുത്തിയിട്ട് എന്തെങ്കിലും ചെയ്ത പരിപാടിയാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഓക്കെ, അതെന്തായാലും സത്യാവസ്ഥ പുറത്ത് വരണം. അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നീ ആ വോയിസിൽ ചോദിക്കാൻ പാടില്ലാത്ത, അൺറേജിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെടുത്ത് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത വെറും പച്ച വൃത്തിയോട് നീ അതിൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നിന്നെയൊക്കെ നീ ശപ്പോട്ടാ. എത്രയോ വോയിസ് കൂടി ഞങ്ങളതെല്ലാം വന്നു. അത് ഓക്കെ, അത് അവിടെ കിടന്ന് ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ 17 വയസ്സുകാരി ആവാത്ത ഒരു പൂർത്തിയാവാത്ത ഒരു കൊച്ചിന്റെ ആ സമയത്ത്, ഇപ്പൊ കുട്ടിക്ക് 18 വയസ്സുണ്ട്. പക്ഷെ അതൊരു അതിജീവിതയാണ്. അപ്പോ നിനക്ക് വേണം, അതൊരു അതിജീവിതയാണ്. നിനക്ക് എന്ത് യോഗ്യതയാണ് പറയാനുള്ളൂ? ആ കൊച്ചിന്റെ അടുത്ത് ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നീ ചോദിച്ചില്ലേ? അത് ഒറിജിനൽ വോയിസ് ആണെങ്കിൽ ഓക്കെ. എന്നിട്ട് അതെടുത്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തില്ലേ? അപ്പൊ നീയാണ് അവിടെ ക്രൈം ചെയ്തിട്ടുള്ളത്. അത് തെളിയിക്കപ്പെടണം. അവസാനം ഇത് ആരിൽ നിന്നുമാണ് ഈ വോയിസ് പോയതെന്നും ആരാണിത് റെക്കോർഡ് ചെയ്ത് പുറത്തിട്ടത് അവർക്കെതിരെ നടപടി വരണം. ശക്തമായ നടപടി വരണം. അറസ്റ്റ് ചെയ്യണം മോളെ. നിന്നെ പൂട്ടും, നീ പെടും. അത് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഭീഷണിപ്പെടുത്തി ബാക്കിയുള്ളവരെ കൊണ്ട് എല്ലാം റിമൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഇറക്കുന്ന ഈ പൊറാട്ട് നാടകം നമുക്ക് അറിഞ്ഞുകൂടുന്ന നമ്മൾ പൊട്ടന്മാരെന്നാ വിചാരിച്ചു. ഇത് അന്വേഷണം വരണം. ഇത് എവിടെ നിന്നാണ് ഈ വോയിസ്? ഇത് ആരുടെ വോയിസ് ആണ്? ഇത് അന്വേഷണം വരണം. ഇതെന്താണ്, ഏതാണ് ഇതിന്റെ മെയിൻ ആളുടെ അടുത്ത് പോകണം. ഇത് എവിടെ നിന്നാണ് എല്ലാം? അതായത് നിന്നിലെത്തണം. നമ്മൾ പൊട്ടന്മാരെന്നാണ് നീ വിചാരിച്ച കിഴങ്ങി. ഒരു വിക്ടിമിനെ അതിനകത്ത് ഇട്ട് ഇതാക്കരുത്. ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ്
റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ ഇതാര് നിങ്ങൾ ഇനിയും ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടും നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ ഫുൾ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. ഞാൻ ഇത് സ്റ്റേഷനിൽ കൊണ്ട് നേരത്തെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റെക്കോർഡ്സ് കാര്യങ്ങൾ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ലീക്ക് ആവും, എനിക്ക് പേടിയുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ അന്നേ ഞാൻ കേസ് ഫയൽ ചെയ്ത് വെച്ചുകൊണ്ട് എന്തായാലും എന്റെ തലയിൽ വരത്തില്ല. ഞാൻ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ 2 ചാനൽ വെച്ചിട്ടുണ്ട്, അവർക്കും ഈ ലീഗൽ വശം ആയതുകൊണ്ട് അവരും ലീക്ക് ആക്കത്തില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പം ലീക്ക് ആക്കിയ വ്യക്തി ആരാണെന്ന് എനിക്ക് വ്യക്തതയായിട്ടുണ്ട്. കാരണം ലീക്കാക്കിയ വ്യക്തി ദിയാസന അല്ലേ? അതല്ലേ നീ പറയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദിയാസനയുടെ കാര്യം ഈ വോയിസ് എങ്ങനെ എത്തി? അങ്ങനെ ആണെങ്കിൽ നീയല്ലേ കൊടുത്ത? എടി നീ ആ കൊച്ചും തമ്മിൽ സംസാരിച്ചിട്ടുള്ള പേഴ്സണൽ വോയിസാ, നീ എന്തിനു റെക്കോർഡ് ചെയ്തു? അങ്ങനെയുള്ളൊരു ഇൻസിഡന്റിലുള്ള ഒരു കുട്ടിയുടെ വോയിസ് എന്തിനു റെക്കോർഡ് ചെയ്തു? നീ പെടും മോളെ, നീ പെട്ടു മൂഞ്ചും. ഉള്ള കാര്യം പറയാം. നീ ആടാപടലം പെടും, ആടാപടലം തേഞ്ഞിട്ടും സജന. ഉള്ള കാര്യം പറയാം, സത്യം. ഇത്രയും വോയിസ് റെക്കോർഡ് ആരൊക്കെയാണോ ലീക്കാക്കിയ ആ ദിയാസന തന്നെയാണ് ഇത് ലീക്കാക്കിയിരിക്കുന്നത്. കോപ്പാണ് ഇത് പേടി തള്ളാതെ ലീക്കാക്കി വിട്ടിട്ട് വീണ്ടും ദിയയുടെ കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടി ദിയ പല കാര്യങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ദിയാസന, നീ ഇപ്പോഴും ഞാൻ പറയുന്നു, നീ ചെയ്തിട്ടില്ല എങ്കിൽ, ഞാനിപ്പം എന്റെ ഡേറ്റ് വന്നിട്ട് ആ ഡേറ്റിൽ ഇവിടെ എത്തിയിട്ടില്ല, ഈ ഡേറ്റിൽ ഇവിടെ എത്തിയിട്ടില്ല എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ എന്റെ പൊന്നടവെ എനിക്കാണെങ്കിൽ ചൊറിഞ്ഞ് പെരുത്ത് കയറി പറഞ്ഞു തള്ളി മറിക്കണം. അവള് കള്ളം കള്ളം വിളിച്ചു പറയണ അവള് എല്ലാം ദിയാസനയുടെ നെഞ്ചത്തോണ്ട് വയ്ക്കുകയാണ്. മലിഞ്ഞ കിടക്കല്ലേ അവള്. ഈ കേസിൽ ദിയാസനയ്ക്ക് 100% ഞാൻ സപ്പോർട്ടാ. പറഞ്ഞേ നീ ചെയ്തിട്ടില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യൂ കുട്ടി. നീ ടെസ്റ്റ് ചെയ്തേ ആദ്യം. എന്തിനാണ് ഈ വെറുതെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത്? നാണോ മാനോ ഇല്ലാത്ത വർഗ്ഗങ്ങൾ വന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. പൂക്കുറ്റി എന്ന് പറയുന്ന ഒരുത്തെ ഓസ്കാർ അവാർഡ് വാങ്ങിച്ച് അതിന്റെ വില കളഞ്ഞ് പോട്ട് ഊറ്റി ഹണി ട്രാപ്പ്, പക്ക ഹണി ട്രാപ്പ് നടക്കുന്ന നിനക്കൊക്കെ പൊതുസമൂഹത്തിൽ വന്ന് സംസാരിക്കണം എന്ത് യോഗ്യതയാണ് ഉള്ളത്? ശേ, നാണം കെട്ടവള്. തെറ്റിയാത്തൊരു പേടിക്കത്തില്ല, വന്ന് ചെയ്തേനെ. ദിയാസന ഇങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദിയാസന ഞാൻ പറയുന്നതിന് മുമ്പേ ദിയാസന ടെസ്റ്റ് ചെയ്തേനെ. കോപ്പാണ്. നീ ആദ്യം ടെസ്റ്റ് ചെയ്തു കൊണ്ടുവരാതെ ടെസ്റ്റ് ചെയ്ത് കാണിക്കൂ. അല്ലെങ്കിൽ ലീഗൽ എനിക്ക് വന്ന് ഞാൻ നേട്ടം എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നിപ്പോൾ ഞാൻ അതിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ റിസൾട്ടും കാര്യങ്ങളും എങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾ മുന്നിൽ കൊണ്ടുവെക്കും. എന്നെ കുറിച്ച് ഒരു വല്ലാത്തൊരു രീതിയിൽ ഒരു പെൺകുച്ചും പറയുന്നുണ്ട്. അവളെ ഡീറ്റെയിൽസ് പയ്യെ അല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ടെസ്റ്റിന്റെ കേസ് പറയുന്നുണ്ടല്ലോ, പൂക്കുറ്റി 9 ആഴ്ച അതെന്തായി? അതിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് ഒന്ന് പോയി കേട്ടാ? കുറെ ടെസ്റ്റ് നടന്ന് വിളിക്കുന്നുണ്ടല്ലോ, നാണാണ്ടാണെങ്കിൽ. ഒരു ഭർത്താവിരിക്കുക പലവന്മാരോടെ അവീതങ്ങൾ ഉണ്ടാക്കി വെച്ചും കൊണ്ട് നടന്നിട്ട് അതും ഹണി ട്രാപ്പ് നടത്തി 40 ലക്ഷവും വീണ്ടും കണക്കുകളുണ്ടെന്നാണ് ദിയാസന പറയുന്നത്. അങ്ങനെയുള്ള നിനക്കൊക്കെ എന്ത് യോഗ്യത ഉണ്ട് പൊതു സമൂഹത്തിൽ വന്ന് സംസാരിക്കാൻ? നിങ്ങൾക്ക് കിട്ടിക്കോളും അവൾ എന്താണെന്നുള്ളതും ഞാൻ കുറെ ആൾക്കാർക്ക് അവരുടെ ഡീറ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരെന്താണെന്നുള്ളത് ചാനലുകാർക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ റോഷിനി എന്താണെന്ന് ദുബായിലും തിരക്കുക, റോഷിനിയുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്റെ കുറെ തെളിവുകൾ കുറെ. നീ റോഷിനിയിലോട്ട് പോണ്ട, നിന്നെക്കാളും എന്തുകൊണ്ടും വെടുപ്പാണ് റോഷിനി കേട്ടാ. തെളിവ് സഹിതം അവള് വച്ചിട്ടുള്ള തെളിവ് സഹിതം നീ വന്നിട്ട് വായ്ത്താളം അടിച്ച് നീ ഇങ്ങനെ കുറെ ദിവസം കണ്ടാൽ കൊണാന്ന് പറയുന്നതല്ലാണ്ട് എന്തെങ്കിലും ഇന്നേവരെ ഒരു തെളിവ് നീ വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു തെളിവ് കോപ്പ് വെച്ചിട്ടുണ്ട് നീ? പച്ച കള്ളങ്ങൾ വന്നിരുന്ന് പറയും, എന്നിട്ട് നിന്നെ പൊളിച്ചെടുക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് നിൽക്കുന്നവരെല്ലാം തെളിവും വയ്ക്കും. അതോടെ നീ മൂഞ്ചി. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു തേങ്ങ കൊടുത്തില്ലേ? പോയി തള്ളാതെ. ഇവരെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവരണം. നിങ്ങൾ എന്നെ ഇങ്ങനെ ക്രൂശിച്ച് നിങ്ങൾ ഒരു ബിസിനസ് ആക്കാതെ നിങ്ങൾ നല്ല ഇങ്ങനെ വൃത്തിയോട് ചെയ്യുന്ന ആൾക്കാരെ അതിനെ വലിച്ചു കയറിക്കൊണ്ടിരിക്കണം നിന്നെ. പ്ലീസ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം. ഞാൻ നിങ്ങളെ ചാനലുകാരടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്, പ്ലീസ് അതൊക്കെ കൊണ്ടുപോവാ. നിങ്ങള് കൊണ്ടുവരാം. നിന്റെ ഇപ്പൊ കൊണ്ടുവരാം, എല്ലാ വീഡിയോയും കൊണ്ടുവരാം. ആൻമരിയ കലിപ്പിലാണ് ഈ പറഞ്ഞ റോഷൻ ഇവരുടെയൊക്കെ തെളിവ് സഹിതം, അതായത് ദിയാസനയുടെ എനിക്ക് നീ തെളിവ് സഹിതം എന്ന് പറയണല്ലോ. നീ തെളിവ് വിടറേ. എന്നാൽ നിന്നെ കുറിച്ചുള്ള സകലമായ തെളിവ് അവർ വിടുകയും ചെയ്യും. ബാക്കിയുള്ളവര് നിന്റെ കയ്യിലാണ് ഒരു തെളിവില്ല. തെളിവ് സഹിതം ഞാൻ മറ്റേ ഒളിപ്പിച്ച് വെച്ചിരിക്കണം ബാങ്ക് ലോക്കറിലെന്ന്. ആ സെറ്റപ്പിലാണ് സംസാരം. ദിയാസനയുടെ അറിയാവുന്ന എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന് തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദിയാസന അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ദിയാസന ടെസ്റ്റ് ചെയ്യും. എന്റെ വീട്ടിൽ വന്നിട്ടില്ല അങ്ങനെയെന്നല്ല പല അലിഗേഷൻ ദിയാസന പറഞ്ഞു. അങ്ങനെയല്ല ദിയാസന ചെയ്യേണ്ടത്. നീ ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യത്തോടെ. പിന്നെ അതേപോലെ ആൻമേരിയുടെ കാര്യം, ആൻമേരി പറഞ്ഞ 10 വർഷമായിട്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് കേട്ടതാ. 10 വർഷമായിട്ട് ഞാൻ ഭയങ്കര അന്തസ്സായിട്ട് എന്റെ പൊന്നു മോളെ, ഞാൻ 1.5 വർഷത്തെ പരിചയമാണ് നിനക്കുള്ളത്. 1.5 വർഷം 1.25 വർഷം. ആ 1.25 വർഷത്തിനകത്ത് നീ കാണിച്ചു കൂട്ടി 5 അവന്മാരെ പ്രേമിച്ചതും 5 അവന്മാരെ പറ്റിച്ചതിന്റെ കഥ തെളിവ്. എടി നിനക്ക് നാണം ഉണ്ടാടി ഉളുപ്പില്ലാത്തവളെ. ആൻമേരി 5 പേരെ പ്രേമിച്ചെന്ന്
നീ ഫിറോസ് ഖാനുമായിട്ട് ബന്ധത്തിലിരിക്കുന്ന സമയത്ത്, ഭർത്താവെന്ന് പറഞ്ഞ ഒരുത്തനുള്ള സമയത്ത്, ഡയറക്ടർ, അയൽവാസി, പ്രൊഡ്യൂസർ, ഏവനൊക്കെ അവസാനം ഓസ്കാർ വന്ന് ഇടിച്ചിരുന്നു. എന്നിട്ട് ഇതിലെല്ലാം നിനക്ക് ഹണി ട്രാപ്പ്, പക്ക പൈസ തട്ടിപ്പ്, ഫ്രോഡ് പരിപാടി, ഇതെല്ലാം ചെയ്ത നിനക്ക് എന്ത് യോഗ്യത ഉണ്ടടി അത് പറയാൻ? ഞാനും പ്രേമിച്ചിട്ടുണ്ട്. ബ്രേക്കപ്പാവും അടുത്ത് പ്രേമിക്കും, ബ്രേക്കപ്പാവും അടുത്ത് പ്രേമിക്കും, ഇതൊക്കെ സ്വാഭാവിക. പക്ഷെ നിന്നെ പോലെ ഹണി ട്രാപ്പ് നടത്താൻ വേണ്ടി ഞാൻ പ്രേമിച്ചിട്ടില്ല കേട്ടാ. ആര് പക്ക ഹണി ട്രാപ്പ് നടത്തി പൈസ ഊറ്റി വാഴ്ത്തവനെ മൂഞ്ചി ചണ്ണാക്കി കൊടുത്തിട്ട് അവസാനം ഭീഷണിപ്പെടുത്തി 9 ആഴ്ചയുടെ ഫോട്ടോ എടുത്തിട്ട് ഓസ്കാർ പൂക്കുറ്റിയെ ഭീഷണിപ്പെടുത്തി നാണവും മാനവും ഇല്ലാതെ പറഞ്ഞ നിനക്കൊക്കെ എന്ത് യോഗ്യത ഉണ്ടടി മറ്റുള്ളവരെ കുറിച്ച് പറയാൻ? നീ എടുത്തിടടി, നീ ഉണ്ടെന്ന് പറയാണ്ട് വല്ല തേങ്ങ ഉണ്ടെങ്കിൽ എടുത്തിട്, അല്ലാണ്ട് പിന്നെ മാന്തോ. ഞങ്ങൾ ചെയ്തോണ്ടിരുന്ന സീരിയൽ സെറ്റിൽ ഒരു പയ്യൻ പാവം പിടിച്ചൊരു പയ്യന്റെ 40,000 50,000 60,000 എല്ലാം മേടിച്ച് അവൻ അയച്ചു കൊടുത്തെന്ന് ഞാൻ നിങ്ങളുടെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അവൻ അയച്ചു കൊടുത്ത ഫോട്ടോസും ഉമ്മ കൊടുക്കും കെട്ടിപ്പിടിക്കും അവരുടെ തമ്മിൽ സംഭാഷണം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഇവള് പതിവ്രത പറയുന്ന, ഇവള് പതിവ്രത. ശരി പോടി, നിനക്ക് എന്ത് യോഗ്യത ഉണ്ട് ഇതൊക്കെ പറയാൻ? നിനക്ക് എന്ത് യോഗ്യത ഉണ്ട്? 40,000 50,000 40 ലക്ഷം നീ ഒരുത്തനെ മുഞ്ചിച്ചിരുത്തിയിരിക്കുന്നു. നിനക്ക് എന്ത് യോഗ്യത ഉണ്ട്? ഡയമണ്ട് റിംഗ്, ഡയമണ്ട് ജുവൽസ്, വണ്ടി, കെണ്ടി, നിനക്കെന്ത് യോഗ്യത? നിനക്ക് ഉഴുപ്പൊന്നുന്നില്ല സ്വയം. അയ്യേ വേർത്തം വന്നപ്പോ ഉടനെ അവനെ കളഞ്ഞിട്ട് അവന്റെ കൂടെ പോകുന്നു, അവനെയും പറ്റിക്കുന്നു, അവനെയും തെളിച്ചു കളഞ്ഞിട്ട് അടുത്തവന്റെ കൂടെ പോകുന്നു, അടുത്തവൻ അത് ഓക്കെ അല്ലെന്ന് പറഞ്ഞ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോ അടുത്തവനോട് പോകുന്നു. അങ്ങനെ എടി നിന്റെ ചരിത്രമാണോ നീ പറയുന്നത്? നിനക്ക് പേര് മാറിപ്പോയി. സജിന നൂറെന്നാണ് അവിടെ പറയേണ്ടത്. നിന്റെ ചരിത്രമാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറ്റിച്ച് അവന്റെ പൈസ ഇല്ലെന്നുണ്ടപ്പോ അടുത്തവനെ പോയി അവസാനം നല്ലൊരു പുളിങ്ങൊമ്പോക്കി അങ്ങോട്ട് പിടിച്ച് അവിടെ നിന്നാണ് ഇപ്പൊ വെട്ടിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാം പറ. 5 കഥകള് തെളിവില്ല. ആക്ടറിനെ നശിപ്പിച്ച ആ കുടുംബം പോയി നശിപ്പിച്ചെന്നെ അവര്. എടി നാണുണ്ടോ നിനക്ക്? നീ പൂക്കുട്ടിയുടെ കുടുംബം നശിപ്പിച്ചില്ലേ? ഒരു വയ്യാത്ത ഭാര്യയുണ്ട്, മക്കളുണ്ട്, ആ കുടുംബം നീ കുട്ടിച്ചോറാക്കിയില്ലേ? നീ നിന്നെ പോലെ ഒരുത്തി പോയിട്ട് തൊലച്ചില്ലേ? അപ്പൊ പൂക്കുറ്റി നല്ലവനാണോന്ന് ചോദിക്കും. അല്ല, കടി തീർക്കാൻ വന്ന് തീർത്തില്ലേ? ആ കുടുംബം തൊലച്ചില്ലേ നീ? എന്നിട്ട് അങ്ങനത്തെ ഭാര്യ ചത്താൽ എനിക്കൊരു കോപ്പവും ഇല്ലെന്ന് പറഞ്ഞ നീ, നിനക്ക് കാശ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ നീ, നിനക്ക് ഇത് യോഗ്യത ഇടിക്കുന്നു. പച്ചത്തെറി തായും പോവും വെച്ചാണ് എനിക്ക് നിന്നെ വിളിക്കാൻ തോന്നുന്നത്. ഓക്കെ, നിന്റെ അടുത്ത് റിവെഞ്ച് മൈൻഡിൽ തന്നെ നിൽക്കുന്നത്. അവരെ നശിപ്പിച്ച ആറാണങ്ങൾ ഇത് മോളെ. ഞാൻ പോലെ അല്ല അവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആണുങ്ങളാ, അവർക്ക് രീതിയിൽ ഇറങ്ങാന്നേ ഉള്ളൂ. അതുകൊണ്ട് ചൊറിയാതെ അവിടെ ഇരിക്കും. അതേപോലെ റോഷ്നി, നീ തീർന്നു മോളെ. നിന്റെ എല്ലാ കാര്യം നിങ്ങൾ സ്വർണം മാഫിയ ചെയ്ത ലാസ്റ്റത്തെ സാധനം കൊണ്ടല്ലോ ചാനലുകാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഒക്കെ. അപ്പൊ നീ എന്താണെന്നുള്ളതും തെളിയും. പക്ഷെ കാലം ഒരു ദിവസം സജിന ശരിയാണെന്നോ ആ ഒരു കാര്യം വന്നിരിക്കും. ഇത് അങ്ങനെ സജിന ശരിയാണെന്ന്, സജിന എല്ലാവരും കൂടി പെടുത്തിയതാണ്, സജിനയ്ക്ക് അവിഹിതങ്ങൾ ഇല്ലായിരുന്നെന്ന്, റസൂൽ പൂക്കുറ്റിയാട് സജിനയ്ക്ക് ഒരു ബന്ധവും ഇല്ലായിരുന്നെന്ന് പറഞ്ഞ് തെളിഞ്ഞാൽ ഇത്രയും വോയിസ്, ഇത്രയും തെളിവ് സഹിതം, ഇത്രയും ചാറ്റ്, ഇത്രയും സംഭവങ്ങളെല്ലാം കണ്ടിട്ട് ഇനി ഇതെല്ലാം മായയായിരുന്നു, സർവവും മായയായിരുന്നു, ഇതെല്ലാം ഫേക്കായിരുന്നു തെളിഞ്ഞ നീ പറയണ പണി ഞാൻ എടുക്കും. എന്ത് നീ പറയണ പണി? കാലാകാലം നിന്റെ അടിമയായിട്ട് കിടക്കണമെങ്കിൽ അത് കിടക്കും, നിന്റെ വീട്ടു ജോലി ചെയ്ത് കിടക്കണമെങ്കിൽ അത് കിടക്കും. ഇനി എൻ്റെ സമ്പാദ്യം മൊത്തം നിനക്ക് തരണമെങ്കിൽ അതും തരും. ഇതെല്ലാം ഫേക്കാണെന്ന് തെളിയണം. പക്ക ഫ്രോഡായി പോയില്ലേ നീ? ഉളുപ്പില്ലാതെ വന്നിരുന്നത് കുഴയ്ക്കണം. എന്നെ ഇന്ന് ക്രൂശിക്കുന്ന ആൾക്കാര് നാളെ നിങ്ങൾ തന്നെ പറയുന്ന ഒരു സമയം വന്നിരിക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ആ ദിവസം വരെ ഞാൻ ജീവനോടെ നിൽക്കുകയും ചെയ്യും. കാരണം എനിക്ക് എന്റെ മുന്നിൽ ഞാൻ അങ്ങേയറ്റം എനിക്കറിയാം. ഞാൻ കയറി പിടിച്ചിരിക്കുന്നത് ഒരു ഡ്രഗ്സ് മാഫിയയിലാണ് ഞാൻ കയറി പിടിച്ചിരിക്കുന്നത്. എനിക്കറിയാം നിയാസന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ പല ഗ്യാങ്ങുകളും ഉണ്ട്. അവർക്ക് വേണ്ടി പൈസ ഇറക്കി പല ചാനലിലേക്കും പൈസ കൊടുത്ത്, ഇപ്പൊ എല്ലാ ചാനലും ഞാൻ പറയുന്നില്ല, പല ചാനലിലേക്കും പൈസ കൊടുത്ത് നിയാസനെ തന്നെ മറപ്പിച്ചിട്ട് എന്റെ കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ നിയാസന ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. അതിന്റെ മാഫിയയിലാണ് ഞാൻ കയറി വെട്ടിക്കുന്നത്. എനിക്കറിയാം ഞാൻ ഭയങ്കര വലിയൊരു തലയിലാണ് തലി വെച്ചിരിക്കുന്നത്. എനിക്കറിയാം. പക്ഷെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഒറ്റയ്ക്ക് പോരാടിയിരിക്കും. ദിയാസന, നിന്നെ കൊണ്ട് നീ ടെസ്റ്റ് ചെയ്ത് നിന്റെ റിസൾട്ട് വരുന്നത് വരെ ഞാൻ പോരാടിയിരിക്കും. എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ എന്തായാലും നീ പറയുന്നു അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ കാണാൻ സമയമില്ലല്ലോ. അപ്പൊ അത്രയും ഉറപ്പോടെ പിന്നെ ഈ പറഞ്ഞ നാട്ടുകാർ നീ കുറെ പെണ്ണുങ്ങളെല്ലാം പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് നടക്കുന്നത്. ഞാനിവിടെ ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഞാൻ അതിന് വേണ്ടിയിട്ടാണ്. നിന്റെ അവിഹിതം എന്തായി അത് പറ. നീ നിന്റെ അവിഹിതത്തിനെ പറ്റി സംസാരിക്കും. അതാണ് ഇവിടുത്തെ വിഷയം. ഫിറോസ് എന്ന് പറയുന്നവനെ ചതിച്ചു വെച്ചുകൊണ്ട് നീ പല ബന്ധങ്ങളും സ്ഥാപിച്ച് അതിന്റെ ഉത്തരം നിനക്കവിടെ, അത് നീ സംസാരിക്കും.
ദിയാസന ട്രാക്ക് മാറ്റി വിടുന്നുണ്ട പുന്നാര മോള്. ഞാൻ അവരുടെ റിക്വസ്റ്റ് എന്താണ് എങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തരുന്നത്. എനിക്കിത് നമ്മൾ ലാബിൽ പോയി ചെയ്താണ് കണ്ടത്. റൂൾസ് അനുസരിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തേക്കും എന്റെ റിസൾട്ട് കഴിക്കാൻ. അപ്പൊ ഉടനെ തന്നെ ദിയാസന ലോകം അറിയാം എന്റെ മോളെ. എന്താ പറയുക, ഒരു നാൾ കള്ളം പല നാൾ കള്ളം ഒരു നാൾ പിടിക്കപ്പെടും എന്ന് പറയുന്നത് നിന്നെ പിടിച്ചതുപോലെ ഞാൻ ജീവനോടുണ്ടെങ്കിൽ ചിലപ്പം എന്നെ ഇവിടെ അറിയിക്കാൻ ഡ്രഗ്സ് മാഫിയയിൽ കയറി കളിച്ചുകൊണ്ട് ചിലപ്പം എന്താ സംഭവിക്കുന്ന അത് ഞാൻ എഴുതി കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പക്ഷേ എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിനകത്ത് പോരാടും. അതിനെ മറക്കാൻ നീ പലതും കൊണ്ടുവന്ന ദിയാസന എനിക്കറിയാം കൊണ്ടുവരും, ഞാൻ മറക്കാൻ. പക്ഷെ അതിന്റെ പുറകെ ദിയാസന ഇവിടെ ഡ്രഗ് മാഫിയയിൽ ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. അതിൻ്റെ തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവർക്കെതിരെ അടിക്കും. പക്ഷെ നിന്റെ കേസ് മറയ്ക്കാൻ വേണ്ടിയിട്ട്, നിന്റെ അവിഹിത കഥകൾ മുക്കാൻ വേണ്ടിയിട്ട്, നിന്റെ ഹണി ട്രാപ്പ് കഥ മുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ദിയാസനയുടെ നെഞ്ചത്തോട്ട് നീയും താത്തയും പല ആൾക്കാരും ഒക്കെ ചേർന്ന് വയ്ക്കുന്നത് കാണുമ്പോൾ മനസ്സിലാക്കാത്ത പൊട്ടന്മാരല്ല നമ്മൾ കേട്ടോ. അത്ര നീ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഞാൻ ഉണ്ടായിരിക്കും ദിയാസന. അതുപോലെ തന്നെ ഈ വീഡിയോ ലീക്കായ സമയത്ത് എന്നെ കുറെ ആൾക്കാർ, എന്റെ കുറെ ഫ്രണ്ട്സ് വഴി, ഞാൻ ഡയറക്റ്റ് എടുത്തൊന്നും ചാനലായിട്ട് സംസാരിച്ചില്ല, കുറച്ച് എന്റെ ഫ്രണ്ട്സ് തമ്മിൽ എന്നെ വിളിച്ചിട്ട് ഇന്നാണ് ഒരു വീഡിയോ ഉണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിടാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവർക്ക് സംസാരിക്കണ്ട. കാരണം ഇത് എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇതല്ല നിങ്ങൾക്ക്, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇല്ലീഗലായിട്ട് ചെയ്യുന്ന ആൾക്കാർ കൊണ്ടുപോകാം. സപ്പോർട്ട് അല്ല എനിക്ക് വേണ്ട, അവരെ പുറത്ത് കൊണ്ടുവരുക വേണ്ടത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേസ് എനിക്ക് ഇനി കേട്ടാലേ എനിക്ക് തലവരും. ഞാൻ ചിലപ്പോൾ ഈ ഫോണും കോപ്പൂലും എടുത്ത് വെളിയിലടിക്കും. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വരും. എനിക്ക് പെരുത്ത് കയറുക ഇവളുടെ ഈ കുണച്ചവർത്താനം കേൾക്കുമ്പോൾ. ഇമ്മാതിരി ഉടായ്പും ചെയ്ത് നാട്ടുകാരെയും പറ്റിച്ച് മൂഞ്ചിച്ച് ഈ ലോക ഫ്രോഡ് പരിപാടി നടത്തി ഹണി ട്രാപ്പ് നടത്തിയിട്ട് വന്നിരുന്ന് കൊണയടിക്കുന്ന ദിയാസന മൂഞ്ചിയെന്ന് ഞാനുണ്ടായി. എനിക്ക് ഉളുപ്പില്ലാത്ത ഞാൻ പച്ച തെറിയാണ് എനിക്ക് വിളിക്കാൻ വരുന്നത്. വേറെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. ഡീറ്റെയിൽസ് ആക്കി ഞാൻ എന്തായാലും നാളെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ഇടണം. ബൈ.